ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു നല്ല പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളത്. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടിയുടെ അളവ് ഒരുപാടങ്ങ് കൂട്ടണ്ട. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതായത് പഴുത്ത ഏത്തപ്പഴം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. നല്ല വലുതാണ് എടുത്തപ്പോൾ. ഒരു മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ ഒരു 1.5 എടുക്കാം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കുക. നമ്മുടെ ഏത്തപ്പഴം വെന്ത് വരട്ടെ. വെന്ത് ഉടയരുത്, എന്നാൽ നന്നായി വേവുകയും വേണം. ആ ഒരു പരുവം. അതാവുന്ന സമയത്ത് ഒരു പിടിയും ഒരിത്തിരി കൂടി ചെറുപയറെടുത്തു കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ 2 വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്. ഉടഞ്ഞു പോരുത്, എന്നാൽ നന്നായി വേവുകയും വേണം. ആ ഒരു പരുവം കേട്ടോ. അപ്പോൾ ഇതൊന്നായി വരട്ടെ. ഈ സമയത്ത് നമ്മുടെ ഏത്തക്ക വെച്ചിട്ടുണ്ടല്ലോ, അതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു പിടി തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. ഏത്തപ്പഴം നന്നായി വെന്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു പൊട്ട് ശർക്കര കൂടി ചേർക്കുന്നുണ്ട്, ചെറിയൊരു കഷ്ണം. അപ്പോൾ ഒരു 1.5 ടീസ്പൂണൊക്കെ, പൊടിയാണെങ്കിൽ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദാണ്. അതുപോലെ തന്നെ ഏത്തപ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി വരട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി കഴിയുമ്പോൾ ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ഞാനൊരു 1/2 ലിറ്ററോളം തൈരാണ് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്ത് കട്ടയൊക്കെ ഉടച്ച് തൈരാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാവണം. അത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. തിള വരരുത് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ ഇനി അത് ഓഫ് ചെയ്ത് മാറ്റിയേക്കാം. ഒന്ന് ചൂടായാൽ മാത്രം. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു ഇത്തിരി കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും 4-5 ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി അത്യാവശ്യം നന്നായിട്ട് മൂത്ത് കിട്ടണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് വറ്റൽമുളക് കട്ട് ചെയ്ത് ഒരെണ്ണം മതി, 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടിയും ഒരു 2-3 നുള്ള് കായം ഒരുപാട് കൂടരുത്, 2-3 നുള്ള് മതി, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം തന്നെ കറിയിലേക്ക് താളിച്ച് കൊടുക്കുക. ഈ മുളക് പൊടി ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഓഫ് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും, ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഓഫ് ചെയ്ത് മുളക് പൊടി ചേർത്ത് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ആ ചൂടിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം തന്നെ കറിയിലേക്ക് താളിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഏത്തപ്പഴം പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക, അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. അപ്പോൾ അത് ഓഫ് ചെയ്ത് മാറ്റി വെച്ച് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് മീഡിയം ടൈപ്പ് ഒരു സവോളയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. സവോള ലൈറ്റായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പച്ച കളർ വഴുതനങ്ങ ഉണ്ടല്ലോ, മീഡിയം വലുപ്പത്തിലുള്ള 2 അത് ഇതുപോലെയുള്ള പീസാക്കി, ഒരുപാട് തിക്കാക്കണ്ട, തീരെ നൈസും ആക്കണ്ട, കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, എരിവിന് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്, വേറെ ഒന്നും ചേർക്കില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. 2 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഞാൻ, ആ എണ്ണയിൽ തന്നെ നമ്മൾ നന്നായിട്ട് വഴറ്റി എടുത്താൽ മതി. അപ്പോൾ അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വെള്ളമൊക്കെ തളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒതുക്കി വെച്ച് കൊടുക്കുക. ഒരുപാട് അങ്ങ് കുഴയുന്ന പരുവമാവരുത്, എന്നാൽ നന്നായി വാടി ഒന്ന് മൊരിഞ്ഞ് വരികയും വേണം. ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ എടുക്കാൻ. നല്ല ടേസ്റ്റാണ്. അധികം മസാലപ്പൊടികളൊന്നുമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മതി കേട്ടോ, ഈ ഒരു പരുവം മതി, ഒരുപാട് ഇട്ടങ്ങ് കുഴക്കണ്ട. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം.
അപ്പോൾ ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഇത്തിരി കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീറ്റ്റൂട്ട്, ഒരു മീഡിയം ടൈപ്പ് ബീറ്റ്റൂട്ട് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്താണ്. ഒരു ചെറിയ സവോളയും കൂടി ചേർത്തിട്ട് ഒരുമിച്ച് അങ്ങ് ചോപ്പ് ചെയ്തെടുത്തു. അപ്പോൾ ഒരു മീഡിയം ടൈപ്പ് ബീറ്റ്റൂട്ടും ഒരു ചെറിയ സവോളയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പയർ നന്നായി വെന്തിട്ടുണ്ട്, എന്നാൽ അങ്ങ് കുഴയുന്ന പരുവം ആയിട്ടുമില്ല, ആ ഒരു പരുവം കേട്ടോ. ഇനി ഇതിനകത്ത് കിടന്ന് തിളച്ച് ഒന്നുകൂടെ ഒന്നാവട്ടെ പയർ. അങ്ങ് ഉടയുന്ന പരുവത്തിൽ വേവിച്ചെടുക്കരുത് കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ബീറ്റ്റൂട്ടും പയറും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വെന്ത് വരട്ടെ. പയറിൽ വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ്സിൽ താഴെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. 1/4 ഗ്ലാസ് ഒന്നും ഒഴിക്കേണ്ട. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഒരു പിടിയോളം, നല്ലൊരു പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. 2 വെളുത്തുള്ളി. ഞാൻ ജസ്റ്റ് തേങ്ങ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടൊന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്താണ്, അതുകൊണ്ടാണ് തേങ്ങ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കുക. അരഞ്ഞു പോരുത്, നമ്മുടെ തോരൻ്റെ പരുവം. ഒരുപാട് അരഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് കറക്കിയെടുത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ബീറ്റ്റൂട്ടും പയറും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കുക. ആദ്യം തന്നെ മിക്സ് ചെയ്യേണ്ട, വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒന്ന് ആവി കയറട്ടെ കേട്ടോ. ഒന്ന് ആവി കയറി ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി ഇതെല്ലാം ഒന്ന് മിക്സായി വരണം. അപ്പോൾ ആ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ വെള്ളത്തിൻ്റെയൊക്കെ ആ ഒരു ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി കിട്ടണം. ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ബീറ്റ്റൂട്ടിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, കാരണം നമ്മൾ ഓൾറെഡി പയറിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. കാരണം ബീറ്റ്റൂട്ടും ചെറുപയറും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് നൂണ് വിളമ്പാം. ചോറ് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ വഴുതനങ്ങ. അപ്പോൾ ഇനി പച്ച കളർ വഴുതനങ്ങ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ബീറ്റ്റൂട്ടും പയറും കൂടിയുള്ള ചെറുപയറും കൂടിയുള്ള തോരൻ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യുക. ഇനി നമ്മുടെ ഏത്തപ്പഴം പുളിശ്ശേരി. നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഏത്തപ്പഴമൊക്കെ ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ. കുട്ടികളുള്ള ഒരുവിധം എല്ലാ വീട്ടിലും ഏത്തപ്പഴം ഉണ്ടാവും അല്ലേ. അപ്പോൾ കുറച്ച് ധൈര്യം കൂടി ഉണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇതുപോലെ ഏത്തപ്പഴം പുളിശ്ശേരി ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അച്ചാറൊന്നും എടുക്കുന്നില്ല. നമ്മുടെ പഴം പുളിശ്ശേരിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്ന് നമുക്ക് അച്ചാറിൻ്റെ ആവശ്യമില്ല. സിമ്പിളായിട്ടുള്ള ഉച്ചയൂണാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മൾ ലഞ്ച് മെനു ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-50ഓളം വീഡിയോസിലിപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത റെസിപ്പീസൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഉച്ചയൂൺ റെസിപ്പീസ് അല്ലെങ്കിൽ ലഞ്ച് മെനു എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസിലെ ലൈക്കൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.